പരിശുദ്ധ ഖുർആന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ല് ആ ആയത്തിലെ ആശയവും അതുക്കുള്ള മഹത്വം തിരിച്ചൊന്ന് പ്രാക്ടിക്കൽ എന്ന് ചൊല്ലിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിട്ടു ഞങ്ങൾ സാധാരണ എല്ലാ സന്ദർഭത്തിലും ഞങ്ങൾ ഓതണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആയത്ത് ശരിയെ ഒരു അക്ഷരം മാത്ര വെറും 10 അക്ഷരം മാത്രം അതിൽ ഇന്നിട്ടാണെങ്കിൽ അതൊരു ആശയ ഭയങ്കരമായ വിഷയമായിട്ട് ആ 10 അക്ഷരത്തില് ഉൾക്കൊണ്ട വിഷയം ഇടീ പരിശുദ്ധമായ ഖുർആനിലെ വിഷയ ഈ 10 അക്ഷരത്തിലുണ്ടോ ചൊല്ലിട്ടായിട്ട് ഇമാമിങ്ങ പഠിപ്പാട്ടു അത്രയും പവറുള്ള ഒരു ആയത്തായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ല് ഈ ഒരു ആയത്ത് ഖുർആനില് ഒരു സൂറത്ത് വിട്ടിട്ടു ബാക്കി എല്ലാ സൂറത്ത് ഏതൊരിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ട് കാണ്ട് ഏത് സൂറത്ത് കൊണ്ടുണ്ടാ സൂറത്ത് തൗബ ഒന്ന് വിട്ടിട്ടു ബാക്കി എല്ലാ ജാഗയിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്ന് കാണ്ട് എന്റെ സൂറത്ത് തൗബല് ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ടു ഇല്ലാ ചൊന്നിട്ടു ചൊല്ലേക്ക് ഇമാം റാസി റഹ്മത്തുള്ളാഹി പോലെയുള്ള തഫ്സീറിന്റെ വ്യാഖ്യാനം എഴുതിയ ഇമാമിങ്ങ ചൊന്നാറ് സൂറത്ത് തൗബ ചൊന്നുണ്ടായെങ്കിൽ ഇവിടെ സ്വഹാബത്ത് ചൊമ്മ ഉപദ്രവിക്കുന്ന മുസ്ലിക്കീങ്ങ അങ്ങനെ ചൊമ്മ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെട്ടിയ വന്നിട്ട് സ്വഹാബിനെ ചൊന്നാറ് നബിയെ ഞങ്ങൊരു സമ്മത തന്നിട്ടായെങ്കിൽ ഞങ്ങൾ പോയിട്ട് അങ്ങനെട്ട് യുദ്ധാക്കടാ ചൊന്നിട്ടു ഇങ്ങനെ ചൊല്ലുമ്പത്തുക ഒരു എല്ലോ പട്ടത്തോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഇല്ല അതിരെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പ്രേരണ കൊടുത്തില്ല ലാസ്റ്റ് എന്തും സൈക്കോൺ കാവാണ്ടാകുമ്പോഴായിട്ട് ഉജനലില്ലദീന ആമനു ചൊന്നിട്ടുള്ള ആയത്ത് ചൊന്നിട്ടായെങ്കിൽ ഇങ്ങനെ ഉപദ്രാക്കിയ കാരണത്തിലായിട്ട് എതിർക്കിടെ ഈ ടൈപ്പിലുള്ള അർത്ഥപണ്ട ഒരു ആയത്തായിട്ട് പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഇറങ്ങിയത് അങ്ങനെ യുദ്ധത്തിന് ചൊന്നിട്ടുണ്ടല്ല ഉപദ്രാക്കിയുടെ കാരണത്തിൽ അങ്ങനെ തടയിടുകൊണ്ട് ഈ ഒരു ടൈപ്പിൽ ആയത്ത് വന്നു. അപ്പൊ ഈ തൗബ സൂറത്ത് ചൊല്ലത് യുദ്ധം കൊണ്ടിട്ടുള്ള ഒരു കൽപ്പന ഉള്ള കാരണത്തിലായിട്ട് ഈ ഒരു സൂറത്തില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ടില്ല ചൊന്നിട്ടായിട്ട് കാരണം റഹ്മാനും റഹീമും ചൊല്ലത് കിർപ്പത്തെ വേർഡായിട്ട് രണ്ടും കിർപ്പത്തെ സൂചനാക്കരുത് അപ്പൊ പടച്ചുറപ്പടെ കിർപ്പത്തെ സൂചനാക്കടെ രണ്ട് പദായിട്ട് റഹ്മാനും റഹീമും ചൊല്ലത് അപ്പൊ യുദ്ധ ചൊല്ലത് കിർപ്പത്തെ സൂചനാക്കടെ പദല്ലല്ലേ യുദ്ധ ചൊല്ലത് കിർപ്പ കാട്ടുന്നത് പോലത്തതല്ല അയക്കുവേണ്ടിട്ട് ആ സൂറത്ത് തൗബ വിട്ടിട്ട് ബാക്കി എല്ലാ സൂറത്തിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ടു ഉണ്ടോ ചൊന്നിട്ടായിട്ട് റാസിമാമുള്ളൂ ഇത് സംബന്ധമായിട്ടും പഠിപ്പാട്ടിയത്. അതേ സന്ദർഭത്തിൽ ആ സൂറത്ത് തൗബ ഓതുമ്പോ ബിസ്മിയോദരത്തിനെ കുറിച്ചിട്ട് ചില ഇമാമികൾ ചെന്നാറ് അത് ഹറാമോ ചൊന്നിട്ടായിട്ട് സൂറത്ത് തൗബ തുടങ്ങുന്ന സൂറത്ത് ബറാഅത്തു മിനല്ലാഹ് അവിടെ സ്റ്റാർട്ടിങ്ങിലെ ആ സൂറത്ത് തുടങ്ങുമ്പോഴത്തേക്ക് ബിസ്മി ഓതുറുതു മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പോലെയുള്ള പണ്ഡിതന്മാർ ചൊല്ലെ ഹറാമു ചൊന്നിട്ടായിട്ട് ഓതു തീരാ ചൊന്നിട്ടായിട്ട് നിഷിദ്ധ ചൊന്നിട്ടായിട്ട് ചില ഇമാമിങ്ങൾ ചൊന്നാറ് ആ സൂറത്തിലെ തുടക്കത്തിലെ ബിസ്മി ഓതുറുതു കറാഹത്തും ചൊന്ന ഇമാമിങ്ങും ചൊല്ലാറ്. അപ്പൊ മൊത്തത്തില് അത് വെറുക്കപ്പെട്ട വിഷയമായിട്ട് സൂറത്ത് ബറാഅത്ത് സൂറത്തില് ബിസ്മി ഓത തീരാ ചൊന്നിട്ടായിട്ട് അതേ സന്ദർഭത്തിൽ ആ ബറാഅത്ത് സൂറത്തിലെ മിഡില് ഉദാഹരണക്ക് ഇപ്പൊ ഒരു പേജ് കഴിഞ്ഞിട്ട് ബറാഅത്ത് സൂറത്തിലെ ഒരു പേജ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പേജ് 4 ഓതരായിട്ട് അപ്പൊ മിഡിലായിട്ട് അങ്ങ് എത്ര അപ്പൊ മിഡില് ബിസ്മി ഓതാമാണ്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു മിഡിലും ബിസ്മി ഓതുറുതു അത്ര നല്ലല്ല ചെന്നിട്ടായിട്ട് കറാഹത്ത് ചെന്നിട്ടായിട്ട് അപ്പൊ മൊത്തത്തില് ബറാഅത്ത് സൂറത്തിൽ ബിസ്മി ഓതാണ്ടിക്കരുതായിട്ട് നല്ല ചെന്നിട്ടായിട്ട് മഹാന്മാരായ ഇമാമിങ്ങ പഠിപ്പാട്ടിയാറ് ബാക്കിയുള്ള എല്ലാ സൂറത്തെ തുടക്കത്തിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലെ ഈ ഒരു ആയത്ത് ഓതുറുതു ഇമാമിങ്ങ നിലയ്ക്ക് പഠിപ്പാട്ടിയാറ്. എന്നിട്ട് മാത്രമല്ല ബിസ്മി ചൊല്ലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലെ ഈ ഒരു ആയത്ത് വലിയൊരു ബർക്കത്തുള്ള ഒരു ആയത്തായിട്ട് കാരണം എന്തേ ഇതില് അള്ളാഹുടെ 3 പേരായിട്ട് പടച്ചറപ്പെടുത്തില്ലേ അള്ളാഹ് റഹ്മാൻ റഹീം ഈ 3 പേര് ഉൾക്കൊണ്ട ഒരു വിഷയമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിട്ടായെങ്കിലും
നബിതങ്ങൾ ചൊന്തു ഇമാം അബൂദാവൂദിലാണ് റിപ്പോർട്ടാക്കിയത്. ഏതൊരു വിഷയവും ബിസ്മി കൊണ്ട് തുടങ്ങിയില്ലേ അതൊരു കുഷ്ഠരോഗ പിടിച്ച പോലെ ചൊന്നിട്ടായിട്ട് നബിതങ്ങൾ ചൊന്നു. ഏതൊരു വിഷയം തുടങ്ങുമ്പോഴത്തേക്കും ബിസ്മി കൊണ്ട് തുടങ്ങിയില്ലെങ്കിൽ ഒരു ബർക്കത്തില്ലാത്ത ടൈപ്പ് ചൊന്നിട്ടായിട്ട് ഒരു കുഷ്ഠരോഗ പിടിച്ച പോലെ ചൊന്നിട്ടായിട്ട് ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഹദീസിൽ നിങ്ങൾ പിടിപ്പാട്ടിച്ചു. അപ്പൊ ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴത്തേക്കും ബിസ്മി കൊണ്ട് തുടങ്ങണമെന്ന് ചൊന്നിട്ടായിട്ട് ബിസ്മി ചൊല്ലണമെന്ന് ചൊന്നിട്ടായിട്ട്. അപ്പൊ ബിസ്മി ചൊല്ലുമ്പോഴത്തുക റഹ്മാനായ അള്ളാഹുടെയും റഹീമായ അള്ളാഹുടെയും അള്ളാഹുടെ ഈ മൂന്ന് സിഫത്തുള്ള റബ്ബുടെ എന്താക്കടെ ഒരു ഏൽപ്പിച്ച പോലത്തെ വിഷയമായിട്ട് കയറുന്നല്ല. പടച്ചുറപ്പ് നിന്റെ തങ്ങൾ ഏൽപ്പിച്ചു വിട്ടാൽ ആ അർപ്പണ മനോഭാവമായിട്ട് ഈ ബിസ്മിലുള്ള ചൊന്നിട്ടായിട്ട് ഇമാമിങ്ങ ചൊല്ലു. ഇപ്പൊ ഒരു ചക്ക് സിഗ്നേച്ചർ ഇട്ട ആ ചക്ക് സിഗ്നേച്ചർ ഇടുമ്പോഴത്തേക്കും അവിടെയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കൊടുക്കുമ്പോഴത്തേക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എടുത്തൊള്ളുമ്പോഴത്തേക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രതി ഒരു പദത്തിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെന്ന് കൂട്ടിയാണ്. എന്നിട്ടായെങ്കിൽ അത് വലിയ ബർക്കത്ത് ചെന്നിട്ടായിട്ട് ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടുന്നത്. ഇതൊക്കെ ഒരു പിന്നർ ഹദീസിൽ ഇമാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ഇന്നൽ മുഅല്ലിമ ഇദാ ഖാല ലിസ്വബിയ്യി ഖുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുതിബ ലിൽ മുഅല്ലിമി വലിസ്വബിയ്യി വലിഅബവൈഹി ബറാഅതൻ മിനൻ നാർ. നബി തങ്ങൾ ചൊല്ലുന്നു, ഒരു മുഅല്ലിമായ ഒരാള് മക്ക പഠിപ്പാട്ട ഒരു ഉസ്താദ്, ആ ഉസ്താദ് കിടാവൊരൊട്ടിಗೆ ಮಾತು മോനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ല ഈ ഒരു ആയത്ത് നീ ഓതോ ചൊന്നിട്ട് ചൊന്നിട്ടായെങ്കിൽ എന്നിട്ട് ആ കിടാവ് മാತು ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ല ആയത്ത് മാತು ഓതിയിട്ടായെങ്കിൽ ആർക്കെല്ലാം അതിന് കൂലി കൊന്നുണ്ടാ ആ പഠിപ്പാട്ടി ഉസ്താദ് കിട്ടിച്ച്. എന്താ കുതിബലിൽ മുഅല്ലിം പഠിപ്പാട്ടി ഉസ്താദ് കൂലി പോയിട്ട് ഒരു സ്വബി ഓതിയ കിടാവുകയും അതിന് കൂലി പോയിട്ട് മാത്രല്ല ഒരു അബവൈ ആ കിടാവുടെ പേരൻസ്മാർ ഉമ്മയും ബാപ്പയും ആ കിടാവുടെ മദ്രസ കെടുത്തില്ലേ ഇകവും കിട്ടും എന്തിനെ ഒന്നുമില്ല ബറാഅതൻ മിനൻ നാർ, നരകത്ത് തൊട്ട് സലാമത്താവണു വേറെന്തും വേണ്ട. ആ നിന്റെ മോൻ മദ്രസയിൽ പോയിട്ട് ഓതിരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലെ ആ ഓത്ത് മയ്യാവ് ചെന്നിട്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പവർ നോക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെന്നിട്ട് ഓതിയ കാരണത്തിലായിട്ട് ഉസ്താദും അതേപോലെ കിടാവും ഉമ്മക്കും ബാപ്പക്കും നാലാൾമാർക്കും അല്ലാഹു തആല നരകത്ത് കടത്തലാ ചെന്നിട്ടായിട്ട് നരകത്തെ അവന് ദൂരായ ചെന്നിട്ടുള്ള ഒരു സൂചന ചെന്നിട്ടായിട്ട് ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. മാത്രല്ല ഞാൻ ചൊല്ലല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലേ ഈ ഇതില് 19 അക്ഷരായിട്ടില്ലേ 19 അക്ഷര നരകത്തെ കാക്കട മലക്കുന്ന 19 ആളുകളാണ് ചൊന്നിട്ടായിട്ട് ഖുർആൻ പഠിപ്പാട്ടു. സബാനിയായ മലക്കുക അലൈഹ നിസ്അത അശർ ചൊന്നിട്ട് ഖുർആനിലുണ്ട്. ആ നരകത്തില് 19 മലക്കുക ഇങ്ങനെ കാത്തോണ്ടിക്കാറ് ചൊന്നിട്ടായിട്ട്. എന്നിട്ടായെങ്കില ഒരാൾ എല്ലാ സന്ദർഭത്തിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ട് ഓതിണ്ടായെങ്കില ഈ 19 മലക്കടെ ആ നരകത്ത് കാക്കട 19 മലക്കടെ അദാബിന് തൊട്ടോട് സലാമത്താവാ ചൊന്നിട്ടായിട്ട് ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അപ്പൊ 19 അക്ഷരങ്ങളിലെ ഈ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയ ഈ ഒരു ആയത്ത് പുറത്ത് എപ്പോഴും ആദത്താക്കണെങ്കിൽ നരകത്തെ കാക്കട 19 മലക്കടെ അദാബിന് തൊട്ടോട് സലാമത്ത് കിട്ടുമോ ചൊന്നിട്ടായിട്ട് പവർ അത്ര മാത്രമല്ല ഇനിയുമുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു, ഈ ബിസ്മില്ലാഹിർ റഹ്മാൻ ഈ നാൾക്ക് 5 വക്ത് നിസ്കാരം അല്ലാഹു വെച്ച 5 ഗಂಟೆ അങ്ങനെ പോട്ടു. അങ്ങനെ ബാക്കിയുള്ള 19 ഗಂಟೆ അത് ബിസ്മിയുടെ കാരണത്തിൽ അല്ലാഹു തആല ദോഷത്തെ മാപ്പാക്കടാ ചൊന്നിട്ടായിട്ട് 5 ഗಂಟೆ 5 നിസ്കാരത്തെ കാരണത്തിൽ ഇങ്ങനെ മാപ്പാവും ഒരു ദോഷ. ബാക്കിയുള്ളതാ 19 അക്ഷര ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിയ കാരണത്തിൽ അത് നിന്റെ ദോഷത്തെ മാപ്പാക്കുന്ന ഒരു കാരണമാവും ചൊന്നിട്ടായിട്ട് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ അതിന്റെ മഹത്വം ചൊല്ലുമ്പോൾ വെളിപ്പാട്ടാറ്. ഓർക്ക കൈസർ രാജാവ് അയാള് ഉമർ ഖത്താബ് ഒരു കടലാസ് ലെറ്റർ എഴുതുന്നു. എന്തിനെ വന്നില്ല ലെറ്റർ എന്തിനെ വന്നിട്ടുണ്ടാകും. ഉമർ ഖത്താബ് നക്കൊരു തലനമ്പലായിട്ട് മൈഗ്രൈൻ പോലത്തെ ഒരു ഭയങ്കരമായ തലനമ്പലം ജവിടീ വറക്ക് വേണ്ടില്ല. ആ തലനമ്പലാച്ച് നിങ്ങൾക്ക് തല പൊട്ടിയ പോലെ അവിടെ നിൽക്കും. നക്ക് സൈക്കോൺ കാവില്ല, നക്കതിരെ എങ്ങനെ കൺട്രോൾ ആക്കണേ ചെന്ന് കൊത്താവില്ല. എല്ലാ ഡോക്ടർമാരും കാട്ടിട്ട് ആ കാലത്തില ഒരു ഡോക്ടർമാരെയും മറന്ന കൈക്ക് ഫലിച്ചിട്ടില്ല. ആ കാലത്തില് ഉമർ ഖത്താബ് എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് തക്ക് നിങ്ങൾ കടത്തുമെന്ന് ചെന്നിട്ടു
ഉമർ ഖത്താബ് ഒരു ലെറ്റർ ആയിട്ടിക്കത് കൈസർ രാജാവ് കൊടുത്തത്. അതില് അങ്ങനെ ഉമർ ഖത്താബ് എന്താക്കിട്ട് ആ ലെറ്റർ നോക്കിയിട്ട് ഉമർ ഖത്താബ് വേറൊന്നും കടത്തില്ല, ഇതാ ഒരു തൊപ്പി കൊടുത്തിട്ട് കടത്തിട്ട് ഈ തൊപ്പി രാജാവിട്ട് ചൊല്ലിട്ട് തലയിൽ വെച്ചും വയ്യാവും. വേറൊന്നും കടത്തില്ല, ഒരു തൊപ്പി കടത്തിയായിട്ടിരിക്കരുത്. ഈ തൊപ്പിയുടെ രാജാവ് തലയിൽ വെച്ചും വയ്യാവും ചെന്നിട്ടു മഹാനായ ഉമർ ഖത്താബ് അള്ളാഹു കടലാസ് വരുന്നത്. അങ്ങനെ കൈസർ രാജാവ് എന്താക്കുന്നുണ്ട, ഈ തൊപ്പിടെ പോലും തലക്ക് വെക്കും. തൊപ്പി തലക്ക് വെച്ച് സാത്തുക ഇല്ല. അത്രത്തോളം പിടച്ചോണ്ടിരുന്ന കൈസർ രാജാവിടെ ആ തലനമ്പല ചൊല്ലത് തൊപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ തലനമ്പലമേ ഇല്ല. തൊപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ തലനമ്പലം ഉണ്ട്. തൊപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ നെമ്മതിയായിട്ടിക്കരുത്, ഭാര്യ രാഹത്തായിട്ടിക്കരുത്. അപ്പ ഒരു നാല് ഇല്ലെന്താക്കി തോന്നുന്നുണ്ടാ, ഒരു നാല് ഇതിൽ ഭയങ്കര ആശ്ചര്യായിട്ട് എന്തിനാവും ഇതിൽ സിറെന്തിരായിട്ട് കലൻസുവ ഈൽ ഒരു നാല് ഈ തൊപ്പിൽ എന്തിനുണ്ടോ ചെന്നിട്ട് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. എന്തിനുണ്ടോ ഇതിൽ മാത്രം എന്തും വെച്ചിട്ടുണ്ടാ ചെന്നിട്ട് നോക്കുന്നത്. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഫൈദാ ഫീഹാ കാഗദും മക്തൂബും ഫീഹി, അതിൽ നോക്കുമ്പോ ഒരു കടലാസ് ഉണ്ടതിൽ. അതിലുള്ള ഒരു കടലാസിൽ ഉമർ ഖത്താബ് നീ വെച്ചത് അതിലുള്ള എന്തിനൊന്നുമില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേറൊന്നുമില്ല. ആ കടലാസിലുള്ളതിരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെന്നിട്ട് എന്നിട്ട് ആ കടലാസിലുണ്ട്. ആ കടലാസിൽ ഇന്നെതിരായിട്ട് ഉമർ ഖത്താബ് എന്താക്കിയത് ഈ തൊപ്പിലുള്ള ഫിറ്റാക്കി വെച്ചത്. ഇതിന്റെ കാരണത്തിലായിട്ട് ആ കൈസർ രാജാവിടെ തലനമ്പലമേ ഇല്ലാണ്ടായി പോയിട്ട് ചെന്നിട്ടായിട്ട് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കും. അത്രയും പവറുള്ള ഒരു സൂറത്ത് ഒരു ആയത്തായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെന്നിട്ടായെങ്കിൽ. മാത്രമല്ല നിങ്ങൾ നോക്കൂ, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ചെന്നിട്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി കൂടിയായിട്ട്, പിന്നെ ഇസ്ലാമിന്റെ വലിയ പ്രചാരകം കൂടിയായിട്ട്. അങ്ങനെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു തീക്കാരാധനാക്കരാൽമാരെന്നൊരു ദീന്റെ പ്രചാരാക്കുടങ്ങനെ പോയി. അപ്പ അങ്ങനെ ചൊന്നാറ് ഖാലിദേ, പിന്നെ നിങ്ങൾ ചൊന്ന പോലെ ഇസ്ലാം ധർമ്മത്തെ സ്വീകാരാക്കണ ആയെങ്കില ഞങ്ങൾക്ക് ഒരു പ്രൂഫ് വേണം. ഞങ്ങൾ ഇസ്ലാം ധർമ്മം സ്വീകാരാക്കുണ്ടെങ്കിൽ ഒരു പ്രൂഫ് വേണം. അപ്പ ആ പ്രൂഫ് നിങ്ങൾ കാട്ടിയുണ്ടെങ്കിൽ ഞങ്ങൾ ഇസ്ലാം ധർമ്മം സ്വീകാരാക്കണം. അപ്പ എന്തൊരു പ്രൂഫ് എന്തൊരു അപ്പൊ നിങ്ങൾ എന്താക്കാറു ഖാലിദ് ഭയങ്കരമായ പോയിസൺ നിങ്ങൾ ഒന്ന് കൊമ്പൻ തരും. പോയിസൺ അങ്ങനെ പോയിസൺ നിങ്ങൾ കൊമ്പറും നാളെ നിങ്ങൾക്ക് എന്താക്കട ഇസ്ലാം ഹക്കായ ഇസ്ലാം ചെന്നാണ് നിങ്ങൾ കാട്ടി തണ്ടാ ചെന്നിട്ടു ഖാലിദ് ചെന്നിട്ടു ദീൻ ഹക്ക അല്ലേ ചെന്നിട്ടു പരിശുദ്ധമായ ഇസ്ലാം അത് യഥാർത്ഥമായ ധർമ്മ അല്ലേ ഒക്കാ ചെന്നാണ് നിങ്ങൾ കാട്ടി തണ്ടേണ്ടത്. അങ്ങനെ ഇങ്ങെന്താക്കിയാര് ഈ തീക്കാരാധനാക്കട ആൾമാര് നല്ല പോയിസൺ ചെന്നിട്ടുണ്ടെങ്കിൽ അത് ബായിങ്ങനെ വെച്ച സാത്തിക്ക് മനുഷ്യ പഠിച്ചായി പോവാ. അങ്ങനത്തെ സ്ട്രോങ് ഉള്ള പോയിസൺ എടുത്ത് പോയിട്ട് ഖാലിദ് റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്താറ്. അങ്ങനെ കൊടുത്തിട്ടാമത്തുക ഖാലിദ് റളിയല്ലാഹു അതിനെ കയ്യിൽ പിടിച്ചിട്ട് വേറെന്തോ ആക്കില്ല, കയ്യിൽ പിടിച്ചിട്ട് കയ്യിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വാക്കൽ കുൽ തെല്ലല്ല കുറെ കൊമ്പൊരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ ചെന്നിട്ട് ബൈ ഗോറിഡൽ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ വിചാരിച്ചാൽ ഇപ്പം എത്തിയും തീയലും തെല്ല് പോലും അയാൾക്ക് വിയർത്തിട്ടില്ല. മാത്രമല്ല ഒരു തെല്ല് പോലും അയാൾക്ക് വിയർത്തിട്ടില്ല, ഒരു തെല്ല് പോലും അയാൾ തടിക്ക് എഫക്ട് ആയിട്ടില്ല ചെന്നിട്ടായിട്ട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. അതിൽ ഈമാന്റെ പവറും ബിസ്മില്ലാഹിർ റഹ്മാന്റെ പവറും ഇത് രണ്ടും കൂടുമ്പത്തുകായിട്ട് ഈ മജൂസിയായ ആൾമാർ തീക്കാരാധനാക്കടാൽമാർ ഇത് നോക്കിയിട്ട് ബാക്കി. കാരണം അത് കാല് വെച്ചുണ്ടായെങ്കിൽ മരിക്കുക. അങ്ങനത്തെ പോയിസൺ ആയിട്ട് കൊമ്പന്ന് കൊടുത്തത് ആയെങ്കിൽ തെല്ല് പോലും അതിൽ തടിക്ക് എഫക്ട് ആയിട്ട് ഇത് കാണുമ്പത്തുക ഫഖാലൽ മജൂസു ആ തീക്കാരാധനാക്കടാൽ ചൊന്നാൽ ഹാദാ ദീനുൽ ഹഖ്, അതെ ഇസ്ലാം യഥാർത്ഥ ദീന് ചൊന്നിട്ട് ഞാൻ സമ്മതിച്ച, ഇസ്ലാം യഥാർത്ഥ ദീന് ചൊന്നാണ് സമ്മതിച്ച. കാരണം എന്താ ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പോയിസൺ കൊമ്പന്നിട്ട് നീലക്കയിൽ തറമ്പത്തുക നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വേറെന്തും നിങ്ങൾ ചെന്നില്ല, അള്ളാഹും റഹ്മാനും റഹീമും ഈ റബ്ബുടെ നിങ്ങൾ ഏൽപ്പിച്ചിട്ടായിട്ട് നിങ്ങൾ തിന്റെ കാരണത്തില നിങ്ങൾ തടിക്ക് വലിച്ചില്ലാണ്ടെങ്കിൽ ഇത് യഥാർത്ഥമായ ദീന ചൊന്നിട്ടായിട്ട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അതായത് തലപകുപാട്ടുണ്ടായെങ്കിൽ ഇത് ഇത്ര മാത്രമല്ല ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായിട്ടും ബിസ്മികളുടെ പവർ ഇനിയും ധാരാളം കേൾക്കുമ്പോഴായിട്ട് ഞങ്ങളെ നാവല് ഞങ്ങൾ ബിസ്മി ചൊല്ലണ വേണ്ടേ ചെന്നിട്ടായിട്ട് ഞങ്ങൾ അർത്ഥാക്കുന്ന സാധ്യവിടെ അത്തരം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മഹത്വത്തെ ഞങ്ങളെ മുന്നിൽ എടുത്തു കാണിത്ത് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നാളെ ചൊല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലെ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലത് എപ്പോഴും നാവ് കൊണ്ട് ഉച്ചരിക്കണു. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരണം റഹ്മാനെ. അതിലെ ബറക്കത്ത് പടച്ചറബേ ഞങ്ങൾക്ക് എല്ലാവരും നീ കാട്ടിത്തരണം റഹ്മാനെ. എല്ലാ സന്ദർഭത്തിലും പടച്ചറബേ ബിസ്മില്ലാഹിർ എപ്പോഴും നീ മനസ്സിലിട്ട് തന്നിട്ട് എല്ലാം നിന്റെ മേൽ സമർപ്പണാക്കടെ. അങ്ങനത്തെ ഒരു മനോഭാവല്ലേ നല്ല കൽബിടെ ആൽമാറാക്കി തരണം റഹ്മാനെ. അത് കാരണം ഞങ്ങൾ തുടങ്ങിയ ഏത് കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങിയ ഏത് കാര്യവും എല്ലാം നീ സക്സസ് ആക്കി തരണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.